പൊതുവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ വിപണിയിൽ ഇടപെടേണ്ട സപ്ലൈകോ പ്രതിസന്ധിയിലാണ്. സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകേണ്ട കുടിശ്ശിക 995 കോടി കവിഞ്ഞു. സാമ്പത്തിക സഹായം ഉടൻ ലഭിച്ചില്ലെങ്കിൽ സപ്ലൈകോയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് കാട്ടി MD സർക്കാരിന് കത്തു നൽകി. പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. 7 വർഷമായി മാസം 12 മുതൽ 18 കോടി രൂപ വരെ നഷ്ടത്തിലാണ് സപ്ലൈകോയുടെ പ്രവർത്തനം. സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ വിറ്റ വകയിൽ കഴിഞ്ഞ വർഷം മാത്രം ചെലവായത് 240 കോടിയാണ്. ഓണത്തിന് സൗജന്യ ഓണക്കിട്ട് നൽകിയതിന് 11.87 കോടിയും പഞ്ചസാര നൽകിയതിന് 8.9 കോടി രൂപയും ചെലവായി. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകുന്ന സപ്ലൈകോയ്ക്ക് സബ്സിഡി ചെലവ് സർക്കാർ നൽകണമെന്നാണ് ചട്ടം. പക്ഷേ പലപ്പോഴും നൽകാറില്ല. കഴിഞ്ഞ 7 വർഷത്തെ സബ്സിഡി കുടിശ്ശിക 955 കോടിയാണ്. ഇതിൽ 122 കോടിയോളം രൂപ ബാങ്ക് വായ്പയ്ക്ക് നൽകേണ്ട പലിശ മാത്രമാണ്. പലിശ ഇങ്ങനെ കുന്നുകൂടുമ്പോഴും ബാങ്കിൽ നിന്ന് വീണ്ടും ഓവർഡ്രാഫ്റ്റ് എടുത്താണ് ഇപ്പോൾ പ്രവർത്തനം. ഈ സ്ഥിതി തുടർന്നാൽ സപ്ലൈകോ തകരുമെന്നാണ് MD സർക്കാരിന് നൽകിയ റിപ്പോർട്ട്. അധിക സഹായമായി 165 കോടി രൂപയും അടിയന്തര സഹായമായി 100 കോടി രൂപയും നൽകണമെന്നാണ് സപ്ലൈകോ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിമൽ ജി നാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്.